നമസ്കാരം, ഞാൻ സന്തോഷ് ശില്പം നന്ദിയായിട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് തെങ്കാശിയിലുള്ള തിരുമലൈ കുമാരസ്വാമി കോവിലാണ്. 625 പടികൾ കയറിയാണ് ഞങ്ങളുടെ കോവിലിൻ്റെ മുറ്റത്ത് എത്തിയത്. അതിമനോഹരമായ കാഴ്ചയാണ് ആ കുന്നുംപുറത്ത് നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കൊന്ന് കാണാം. കേരളത്തിൽ നിന്നും തെങ്കാശിയിലേക്ക് ഒരു യാത്ര. തമിഴ്നാട്ടിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കിൽ പൺപൊഴി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തിരുമലൈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി. കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മുരുക ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മുരുകൻ തിരുമലൈ മുരുകൻ എന്നും തിരുമലൈ കുമാരസ്വാമി എന്നും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് തന്നെയായി തിരുമലൈ ഭഗവതി അമ്മൻ്റെ നടയും സ്ഥിതി ചെയ്യുന്നു. വിശാഖം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ ക്ഷേത്രം ഒരു ഭക്തി സ്ഥലമായിട്ടാണ്. 625 കുത്തനെയുള്ള പടികൾ കയറിയാണ് ഞങ്ങൾ ക്ഷേത്രമുറ്റത്ത് എത്തിയത്. മനോഹരമായ കാഴ്ചകൾ കണ്ട് പടികൾ കയറുക എന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് പടികൾ കയറുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. മുകളിലെത്തിയാൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പടികൾ കയറാതെ തന്നെ നമുക്ക് ഈ അമ്പലമുറ്റത്ത് എത്തുവാൻ പ്രത്യേക റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. വാഹന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മിനി ബസ്സിൽ യാത്ര ചെയ്യുന്നതിന് 10 രൂപ കൊടുത്താൽ നമുക്ക് അടിവാരത്ത് നിന്ന് അമ്പലമുറ്റത്ത് എത്തുവാൻ സാധിക്കും. അവിടെ നിന്നും ഷട്ടിൽ സർവീസുകൾ നടത്തുന്നുണ്ട്. സ്വന്തം വാഹനത്തിലെത്തുന്നവർക്ക് കാറ്, ബൈക്ക്, അതുപോലെ തന്നെ ടെമ്പോ ട്രാവലർ എന്നിവ ഒരു നിശ്ചിത തുക അടച്ചാൽ അമ്പലമുറ്റത്ത് എത്തുവാൻ സാധിക്കുന്നതാണ്. വാഹനങ്ങളിൽ യാത്ര ചെയ്ത് അമ്പലമുറ്റത്തെത്തുന്നതിനേക്കാൾ ഒരു പ്രത്യേക അനുഭവമാണ് പടികൾ കയറി അമ്പലമുറ്റത്ത് എത്തുന്നത്. ഈ അമ്പലത്തിൽ ദർശനം നടത്തുവാനുള്ള സമയം രാവിലെ 6 മണി മുതൽ 1 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെയുമാണ്. അമ്പലത്തിൻ്റെ താഴെയുള്ള കുന്നും പ്രദേശങ്ങളിൽ വളരെയധികം ചിത്രങ്ങൾ ചിത്രീകരിക്കുന്ന സ്ഥലമാണ്. തമിഴ്, കന്നഡ, തെലുങ്ക് ചിത്രങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അല്ലു അർജുനൻ നായകനായി അഭിനയിച്ച പുഷ്പ എന്ന ചിത്രത്തിൻ്റെ പാട്ടിൻ്റെ ചില ഭാഗങ്ങൾ ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത്. ദ്രാവിഡ വാസ്തുവിദ്യ പ്രകാരമാണ് ഈ അമ്പലം നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും 1083 അടി ഉയരത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴത്തെ ക്ഷേത്രം പണി കഴിപ്പിച്ചത് തിരുവരുട്ട് ചെൽവർ ശിവകാമി അമ്മാറാണ്. കോട്ടയത്ത് നിന്നും 150 കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് 100 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഈ കോവിലെത്തുവാൻ സാധിക്കുന്നതാണ്. കേരളത്തിൻ്റെ അതിർത്തിക്കടുത്തായി പശ്ചിമഘട്ടത്തിലാണ് ഈ കോവിൽ. അമ്പലമൊന്ന് നമുക്ക് ചുറ്റിക്കാണാം. ഈ ടെമ്പിളിൻ്റെ പേരെന്ന് പറയാം തിരുമലൈ കുമാരസ്വാമി തിരുക്കോവിൽ. ഇത് എത്ര പൊക്കമുണ്ട് അടി? എത്ര ഹൈറ്റ് എത്ര അടിയെന്ന് തെരിയില്ലേ. ഇവിടെ എന്ത് പ്രതിഷ്ഠ എന്ന് പറയും? പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്താണ് ഇവിടെ? ദേവിയിലെ മുരുകൻ കോയിൽ തന്നെ. മുരുകൻ ടെമ്പിൾ അല്ലേ? ഈ സ്ഥലം തിരുമല കോയിൽ ഡിസ്ട്രിക്ട് തെങ്കാശി ഡിസ്ട്രിക്ട്. ഓക്കെ. എങ്ങനെ ഉണ്ട്? ടൂറിസ്റ്റുകൾ ഒത്തിരി വരാറുണ്ട് ഇവിടെ? ഒരുപാട് വരാറുണ്ട്. കേരള വന്ന് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. കേരള അത് ഒരുപാട്. ഓക്കെ. ഇവിടുത്തെ വിശേഷ ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, അப்புறம் പിന്നെ മുരുകൻ അത് എന്നെ சொல்லுவாங்க வைகாசி விசாகம், തിരുക്കാർത്തികൈ. ഓക്കെ. അതാണ് വിശേഷമാണ്.
അമ്പലത്തിൻ്റെ ഇവിടെ വരെ നമുക്ക് ഫോട്ടോഗ്രാഫി അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അകത്ത് കയറി ഫോട്ടോ എടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വെളിയിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലമാണ് ഇതിൻ്റെ. ഇവിടെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്നറിയുന്നത്. Non vuoi sapere di cosa? എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.